അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിയത്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ കൊച്ചിന് കിടത്താനും പാത്രമൊക്കെ ചേഞ്ച് ചെയ്യാനും പോയത്. അപ്പോൾ ഞാനും കൊച്ചും കൂടെ ഇന്ന് ഒരു ചെറിയ യാത്ര പോവാണ്. അപ്പം പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ബാഗായിരുന്നു. ഈ ബാഗിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ബേബീസൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബാഗാണ്. അപ്പം ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ ടൂറൊക്കെ പോകുമ്പോൾ ബേബീസിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാം കൂടെ ഈ ഒരു ബാഗിൽ ഉൾപ്പെടും. അല്ലാതെ ഒത്തിരി ബാഗൊന്നും പറിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇതുപോലെ പല ടൈപ്പ് ബാഗുകൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാഗ് ഞാൻ വാങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചിട്ട് ഒത്തിരി കളികളുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്യാം. ഒന്ന് രണ്ട് അതിനകത്ത് ഞാൻ കൊച്ചിൻ്റെ ക്രീം, അതിൻ്റെ ക്ലാസിഫയർ, ഒരു ബോട്ടിൽ മിൽക്ക്, അതിൻ്റെ ആക്സസറീസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊരു കളിയാണ്. ഈ കളിക്കകത്തും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡ് പോക്കറ്റ്സ് ഉണ്ട്, 2 സൈഡ് പോക്കറ്റുകളുണ്ട്. നമ്മുടെ സാധനം പ്രത്യേകിച്ച് വെക്കാതിരിക്കുക, അത്യാവശ്യമുള്ളത് മാത്രം വെക്കുക. ബേബീസിൻ്റെ എല്ലാ ഐറ്റംസും വെക്കുന്നതല്ല. ഇനിയിപ്പോൾ ഇത് കാണിച്ചാൽ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ബാഗ് ഓപ്പണായി വരുന്നത്. ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ്റെ 3-4 പാമ്പീസ് ഇഷ്ടംപോലെ വെക്കാം. ഞാനൊരു 3 വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ വൈപ്സ്, വാട്ടർ വൈപ്സ്, പിന്നെ കൊച്ചിൻ്റെ ജോലി ഡ്രസ്സ്, പിന്നെ ബീപ്പ്, അതുപോലെ ടവല്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെയാണ്, ഇഷ്ടംപോലെ. ഞാനത് കുറച്ച് വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ചാർജിങ് കേബിളുണ്ട്. നമുക്ക് ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരും. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യുന്നത് ഈ പവർ ബാങ്ക് ഇടാതെ ഹോളും പോക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ അകത്ത് വേറെ കളിയുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇത്രയും ഉള്ളിൽ ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പോകുന്ന വഴി കൊച്ചിൻ്റെ പാമ്പിയൊക്കെ ഒന്ന് മാറണം, ഒന്ന് കിടക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനും ഈ ബാഗ് കൊണ്ട് വളരെ ഉപകാരപ്പെടും. കുറേയൊരു സിബ് തുറന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈ. അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിയത്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ കൊച്ചിന് കിടത്താനും പാത്രമൊക്കെ ചേഞ്ച് ചെയ്യാൻ ഉപകാരപ്പെടും. സെറ്റപ്പ് ഉണ്ട്. ഇപ്പം ഇരിക്കുന്നത് ഞാൻ ചുരുങ്ങി വരിക്കുന്നത്. അപ്പോൾ അതിനോട് തന്നെ ഒരു സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ചെറിയൊരു ബെഡും ഒക്കെ ആയിട്ടുണ്ട്. ബേബീസിൻ്റെ പീസോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൊസ്കിറ്റോ നെറ്റും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബാഗിൻ്റെ അത്യാവശ്യമുള്ളൊരു ഹൈലൈറ്റ് സാധനം. സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒതുക്കി നോക്കാം. ഭയങ്കരമായിട്ട് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് ബാക്ക് പാക്ക് റെഡി അല്ലേ? നീ കൊച്ചിനോട് രണ്ട് സാധനം ഉണ്ടെങ്കിൽ കാണിച്ചാലും നെയ് പിടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. സ്റ്റോറേജിൽ നമുക്ക് അനിയാതെ ഒരു ബുക്ക് കൂടെ തന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം ബേബീസായിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് വളരെ വളരെ ഉപകാരപ്പെടും. കാരണം ഒത്തിരി ബാഗുകൾ ഒഴിവാക്കിയിട്ട് ഒറ്റ ബാഗിൽ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ്. പല കമ്പനിയുടെയും കിട്ടും. എപ്പോഴും നോക്കി വാങ്ങുക. യാത്രകൾ വളരെ സുഖകരമായി പോവുക.